പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഈശോയുടെ തിരുരക്തത്തിന്റെ ഈ നൊവേനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ തിരുസ്ഥാനത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്തിന്റെ രക്ഷാകരമായ പ്രവൃത്തികൾ ഇവരിലും ഇവരുടെ കുടുംബത്തിലും സംഭവിക്കുവാൻ ഇടയാകട്ടെ. ഈശോയുടെ അമൂല്യമായ രക്തം വൃഥാവിലായി പോകാതെ അത് സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ ഞങ്ങൾക്ക് നൽകിയ ജീവനും രക്ഷയും സൗഖ്യവും വിടുതലും വിമോചനവും സംരക്ഷണവും എല്ലാം പ്രാപിച്ചെടുക്കാൻ ഇവർക്കിടയാകട്ടെ. ഇവിടെ കുടുംബത്തെ, വീടിനെ, മണ്ണിനെ, മക്കളെ, ഉപജീവന മാർഗങ്ങളെ, സാമ്പത്തിക മേഖലകളെ, പഠനത്തെ, ജോലി മേഖലകളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്തിന്റെ അപരിമയമായ ശക്തി ഇവർക്ക് അനുഭവവേദ്യമാക്കിക്കൊണ്ട് ഈ നൊവേനയിലൂടെ അങ്ങയുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മള് കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ ആ രക്ഷാകര യോഗ്യതകളെ സ്വന്തമാക്കിക്കൊണ്ട് ഈ നൊവേനയിലൂടെ പ്രാർത്ഥിക്കണം. നമ്മള് ഈശോ ചിന്തിയ രക്തത്തെ അവകാശപ്പെട്ട് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം ലോകം മുഴുവനെയും, കത്തോലിക്ക സഭയെയും, ലോകത്തിന്റെ രക്ഷയ്ക്ക് കാരണമായ ഈശോയുടെ രക്തത്തെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഗെത്സേമനയിൽ ചിന്തിയ പരിശുദ്ധ രക്തം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് 22-ാം അധ്യായത്തിന്റെ 39 മുതൽ തിരുവചന ഭാഗം. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. പ്രിയപ്പെട്ട മക്കളെ, ഗെത്സേമനിയിലെ ഈശോയുടെ പ്രാർത്ഥന, മുട്ടിന്മേൽ വീണ് കമിഴ്ന്ന് കിടന്ന് നിലത്ത് വീണ് രക്തം വിയർത്ത് ഈശോ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഈശോ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപം നീക്കാൻ വേണ്ടിയാണ്. പാപം നീക്കാൻ വേണ്ടി രക്തം ചിന്തണം, അതിദാരുണമായ പീഡാസഹനം ഏറ്റെടുക്കണം. അത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷകള്, ഈ ലോകത്തിന്റെ പാപങ്ങൾ നീക്കാൻ വേണ്ടി വന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എല്ലാ പാപങ്ങളും ഏറ്റെടുത്ത് അതിന്റെ എല്ലാ ശിക്ഷകളും സ്വന്തം ശരീരത്തില് വഹിക്കാൻ പോവാം. അതിനുവേണ്ടി കുരിശു മരണത്തിലേക്ക് പോകണേക്കാളും മുമ്പ് ഈശോ അതിനു വേണ്ട ശക്തിക്ക് വേണ്ടി ഗെത്സേമനിയില് പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെ ശക്തി ആർജിക്കുമ്പോ വരാൻ പോകുന്ന അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ഈശോ പ്രാർത്ഥിച്ചപ്പോ ആ വേദന താങ്ങാനാകാതെ ഈശോ ഗെത്സേമനിയില് രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നു. നോർത്തുക മക്കളെ, നമുക്ക് അർഹതപ്പെട്ട ശിക്ഷ, നമുക്ക് അർഹതപ്പെട്ടതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അനന്തരഫലങ്ങൾ, പാപത്തിന്റെ അനന്തരഫലങ്ങൾ എല്ലാം ഏറ്റെടുക്കാൻ വേണ്ടി ഒരുങ്ങുന്ന കർത്താവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് രക്തം വിയർക്കുന്ന ഈ ദിവ്യമായ രഹസ്യം. ഗെത്സേമനി തോട്ടത്തില് കർത്താവ് ചിന്തിയ ഈ പരിശുദ്ധ രക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് എന്റെ രക്ഷയ്ക്ക്, എന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക്, എന്റെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ശപിക്കപ്പെട്ട മണ്ണിലേക്ക് ഗെത്സേമനി തോട്ടത്തില് ഈശോ ചിന്തിയ ആ രക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് നമ്മുടെ വീടിനെ, നമ്മുടെ മണ്ണിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ തലമുറയെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സകലമാന മേഖലകളെയും ഇന്ന് നമ്മൾ വിശുദ്ധീകരിച്ചെടുക്കണം. ഈശോ നമുക്ക് വേണ്ടിയാണ് ആ രക്തം ചിന്തിയത്. നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ആ രക്തം ചിന്തിയത്. ആ രക്തം പാഴായി പോകാതെ ആ രക്തത്തെ സ്വീകരിച്ചുകൊണ്ട് ഗെത്സേമനിയിൽ ഈശോ ചിന്തിയ രക്തത്തെ സ്വീകരിച്ച് അവകാശപ്പെട്ടുകൊണ്ട് ഈ നൊവേനയുടെ 3-ാം ദിനത്തില് കർത്താവിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി അവിടുത്തെ പരിശുദ്ധ രക്തത്തിന്റെ അനന്ത യോഗ്യതകൾ സ്വീകരിച്ചെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഞങ്ങളുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ ഇടയിൽ അങ്ങ് പ്രവർത്തിച്ചു. അങ്ങ് വചനം പറഞ്ഞു, പാപത്തെ കുറിച്ചുള്ള വലിയ ബോധ്യങ്ങൾ നൽകി, മാനസാന്തരത്തിലേക്ക് നയിച്ചു. പാപം ഏറ്റെടുക്കുവാൻ അങ്ങ് തിരുമനസ്സായി. അതിലേക്ക് ഞങ്ങൾ നയിക്കാൻ വേണ്ടി അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ഞങ്ങൾക്ക് അങ്ങയുടെ സ്നേഹവും കരുണയും നൽകിക്കൊണ്ട് സൗഖ്യവും വിടുതലും സമാധാനവും എല്ലാം നൽകി. അതിന്റെ പൂർണ്ണതയില് ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്കായി പാപപരിഹാര ബലിമൃഗമായി അർപ്പിക്കപ്പെടാൻ തിരുമനസ്സായി. അതിനുവേണ്ടി അങ്ങ് ഒരുങ്ങിയപ്പോ, അങ്ങ് ഗെത്സേമനയില് അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോ, ഈശോയെ, അതിദാരുണമായ വേദനകള്, സഹനങ്ങള്, ഞങ്ങളുടെ പാപത്തിന്റെ ശിക്ഷകള് ഏറ്റെടുത്തുകൊണ്ട് അങ്ങ് മരിക്കാൻ തയ്യാറായി പ്രാർത്ഥിച്ചപ്പോ, ഈശോയെ, അങ്ങ് ചിന്തിയ രക്തം, ഗെത്സേമനയില് ഞങ്ങൾക്കായി ഒഴുക്കിയ, ഞങ്ങൾക്കായി ചിന്തിയ അങ്ങയുടെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ പാപപരിഹാരത്തിനു വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതിന്റെ ആ വലിയ തീവ്രമായ വേദന അങ്ങ് ഏറ്റെടുത്തുകൊണ്ടാണല്ലോ കർത്താവേ അങ്ങ് ഗെത്സേമനയില് രക്തം ചിന്തിയത്. ആ ഗെത്സേമനയില്, ആ മണ്ണില് അങ്ങയുടെ രക്തം വീണ ആ വലിയ രഹസ്യത്തെ ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഈ 3-ാം ദിനത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടി അങ്ങ് ഗെത്സേമനയിൽ ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ അനന്ത യോഗ്യത, അനന്ത ശക്തി ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. അത് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ആ രക്തത്തെ ഞങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക്, ഞങ്ങളുടെ മണ്ണിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ശരീരത്തിലേക്ക്, ജീവിതത്തിലേക്ക്, എല്ലാ നിയോഗങ്ങളിലേക്കും ഈശോയെ അങ്ങ് ഗെത്സേമനയിൽ ചിന്തിയ പരിശുദ്ധ രക്തം ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. 3-ാം ദിനത്തിന്റെ നൊവേന പ്രാർത്ഥനയിലേക്ക് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളോടുകൂടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മക്കളെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ, അങ്ങ് ഗെത്സേമനയിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും നിയോഗങ്ങളിലും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ യാചിച്ചപേക്ഷിക്കുന്നു. രക്തം വാർന്നൊഴുകുന്ന അങ്ങേ തൃപ്പാദത്തിങ്കൽ മുട്ടുകുത്തി ഞങ്ങൾ വിശ്വാസത്തോടെ അപേക്ഷിക്കുന്നു. അങ്ങേ തിരുരക്തത്തിൽ നിന്ന് പ്രവഹിക്കുന്ന കരുണയും കൃപകളും ഞങ്ങളില് നിറയ്ക്കണമേ. ജീവിതാവസാനം വരെ ഞങ്ങളുടെ ഏക പ്രത്യാശ അങ്ങയിലാണ്. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാലും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഗെത്സേമനയില് അങ്ങൊഴുക്കിയ ഓരോ തുള്ളി രക്തത്തിന്റെ യോഗ്യതയാലും പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിന്റെ യോഗ്യതയാലും ഞങ്ങളുടെ യാചനകൾ, ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദൈവോടെ കേൾക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ നിയോഗങ്ങള്, പ്രാർത്ഥനകള് കർത്താവിന്റെ പരിശുദ്ധ രക്തത്തോട് ചേർത്ത് ഗെത്സേമനയിൽ ചിന്തിയ രക്തത്തെ സ്വീകരിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, ഓ എന്റെ ഈശോയെ, അങ്ങയുടെ പരസ്യ ജീവിതകാലത്ത് അനുകമ്പയോടെ അങ്ങ് മനുഷ്യ മക്കളെ നോക്കി പല വിധത്തിൽ സഹിക്കുന്നവരെ അങ്ങ് ആശ്വസിപ്പിച്ചു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തി. പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശ നൽകി. പാപികളെ പാപമോചനം നൽകി അനുഗ്രഹിച്ചു. പിശാചുക്കളെ അവിടുന്ന് പുറത്താക്കി. എല്ലാവിധത്തിലും തകർന്നവരെ അങ്ങയുടെ ശക്തമായ അധികാരത്താൽ ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി ശക്തരാക്കി. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തില് തിരുമറിവിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തിന്റെ രക്ഷാകര യോഗ്യതകളാൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് നൽകണമേ.
ഓ ഈശോയെ, ഞങ്ങളുടെ ദുഃഖത്തിന്റെ കണ്ണുനീർ മാറ്റി സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും കണ്ണുനീരോടെ അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കുടുംബവും ഞങ്ങളെല്ലാ മക്കളും ഒരുമിച്ച് അങ്ങയെ ആരാധിച്ച് നന്ദി പറയുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴ്ത്താനിടയാകരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ക്രൂശിതനായ എന്റെ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ക്രൂശിതനായ എന്റെ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ക്രൂശിതനായ എന്റെ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. വലിയ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പരിശുദ്ധ രക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് ഗെത്സേമനയില് നമുക്ക് വേണ്ടി ചിന്തിയ ആ രക്തത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ശിരസ് മുതൽ പാദം വരെയും നമ്മുടെ കുടുംബത്തിലേക്കും കുടുംബാംഗങ്ങളിലേക്കും വീട്ടിലേക്കും വീട്ടിലിരിക്കുന്ന മണ്ണിലേക്കും ഗെത്സേമനയിൽ ചിന്തിയ പരിശുദ്ധ രക്തം വീഴ്ത്തപ്പെടാനും ഒഴുകിയിറങ്ങാനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോ ഗെത്സേമനയിൽ ചിന്തിയ രക്തത്തിന്റെ അനന്ത യോഗ്യതയാൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ഹൃദയത്തെ തൊട്ടുകൊണ്ട് മക്കളെ ആശീർവാദം സ്വീകരിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഒരിക്കൽ കൂടി ശിരസ് നമിച്ച് എല്ലാവരെയും എല്ലാറ്റിനെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗെത്സേമനയിൽ അങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തം ഞങ്ങളുടെ മേലും ഒഴുകി ഇറങ്ങട്ടെ. ഞങ്ങൾ രക്ഷ പ്രാപിക്കട്ടെ.